കാസർഗോഡിന്റെ നാഡീസ്പന്ദനങ്ങൾ ശരിക്കും പഠനത്തിന് വിധേയമാക്കിയ ജില്ലാ ഭരണാധികാരിയാണ് ഇന്ന് കാസർഗോഡുള്ളത്. വാക്കിലും പ്രവൃത്തിയിലും ഇത് തെളിയിക്കപ്പെട്ടതാണ്. ആരോഗ്യരംഗത്ത് കാസർഗോഡൻ ജനത അനുഭവിച്ചു പോന്ന അവഗണനയ്ക്ക് ശാശ്വത പരിഹാരം കാണാൻ ജില്ലയിലെ ജനതയെ നെഞ്ചോട് ചേർക്കുകയാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS. കാസർഗോട്ട് എയിംസിന് വേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമരമുറകൾ ഏറെ നടന്നു. എയിംസിന്റെ പ്രൊഫസറിൽ കാസർഗോഡിന്റെ പേരെങ്കിലും ചേർക്കണമെന്ന ആവശ്യത്തിന് പുല്ല് പോലും വില കൽപ്പിച്ചില്ല ഭരണാധികാരികൾ. ഇപ്പോഴിതാ കാസർഗോഡ് എയിംസിന് പെരിയയിൽ 274.69 ഏക്കർ ഭൂമി അനുയോജ്യമെന്ന് ജില്ലാ കളക്ടർ സംസ്ഥാന ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ എയിംസ് സ്ഥാപിക്കുന്നതിനായി പെരിയയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 274.69 ഏക്കർ സർക്കാർ ഭൂമി ഏറ്റവും അനുയോജ്യമാണെന്ന് കാണിച്ച് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സർക്കാരിന് റിപ്പോർട്ട് നൽകിയത് പ്രധാന വാർത്തയായി കണക്കാക്കുന്നു. കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള ഭൂമി ലഭ്യത, ദേശീയപാത 66 തൊട്ടടുത്തുള്ള സൗകര്യം, വിമാനത്താവള, റെയിൽ കണക്ടിവിറ്റി, ജല വൈദ്യുതി ലഭ്യത എന്നിവയെല്ലാം പെരിയയ്ക്ക് അനുകൂല ഘടകങ്ങളാണ്. പദ്ധതി യാഥാർത്ഥ്യമായാൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയ്ക്കും സമീപത്തെ കേന്ദ്ര സർവകലാശാല വഴിയുള്ള ഗവേഷണങ്ങൾക്കും വടക്കൻ കേരളത്തിനും കർണാടക അതിർത്തി മേഖലകൾക്കും ഇത് വലിയൊരു ആശ്വാസമാകും. കാസർഗോഡൻ ജനതയുടെ എയിംസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ ജില്ലാ കളക്ടർക്ക് സാധിക്കും എന്ന ഒരു ആത്മവിശ്വാസമാണ് ഇന്നുള്ളത്. ദിസ് ന്യൂസ് ബൈ ജയനാഥൻ ഡെസ്ക്.